നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ മദ്യപാനികളെക്കുറിച്ചാണ്. മദ്യം വിഷമാണ് എന്ന് സാമാന്യബോധമുള്ള ഏതൊരു മനുഷ്യനും അറിയാം. ബോധമില്ലാത്തവർ കാണിയല്ലോ. ഈ മദ്യമാണ് കേരള സർക്കാർ വിറ്റ് മനുഷ്യൻ്റെ ആത്മാവിനെയും ഹൃദയത്തെയും ശരീരത്തെയും എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം. സർക്കാരിനിപ്പോൾ ആരെ കൊന്നാലിന്, ആരെ ചത്താലിന്, ആരെ എന്താക്കിയാൽ അവന് പൈസ ഉണ്ടാക്കണം. അതാണ് സർക്കാരിൻ്റെ എല്ലാം രീതികളെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു സൈഡിൽ അവിടെ നിൽക്കട്ടെ. അത് വേണ്ടവൻ കുടിക്കാൻ, വേണ്ടാത്തവൻ കുടിക്കല. ഇപ്പം ഞാൻ പറയുന്നത്, ഈ മദ്യപാനികൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയാണെങ്കിൽ ഈ വ്യക്തികളെ ആരും തിരിഞ്ഞു നോക്കരുത്. കാരണം ഇവന് നല്ല ബോധം ഉണ്ടായിരുന്ന സമയത്ത്, ഇവന് പൈസ ഉണ്ടായിരുന്ന സമയത്ത് കുടിച്ച് അർമാദിച്ച് സമൂഹത്തിനും കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടാതെയൊക്കെ തന്നെ ജീവിച്ചത്. എന്ന് വെച്ചാൽ പേപ്പട്ടിക്ക് തുല്യമായിട്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു മനുഷ്യന് ജീവിതത്തിൽ ദുരിതങ്ങളും തകർച്ചകളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഈ മനുഷ്യനെ സഹായിക്കരുത് നമ്മൾ. കാരണം അവൻ്റെ സങ്കീർണ പ്രശ്നം, ബൈബിളതാണ് പറയാം, മനുഷ്യൻ്റെ സങ്കീർണ പ്രശ്നം അവൻ്റെ തന്നെയാണെന്നാണ് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ നമ്മൾ യാതൊരു കാരണവശാലും സഹായിക്കരുത്. മദ്യപിച്ച് തകർന്ന ഒരു വ്യക്തിയെ അവൻ പേപ്പട്ടിയെ പോലെ, കില്ലപ്പട്ടീനെ പോലെ അലഞ്ഞ് നടന്ന് അവൻ്റെ കർമ്മഫലം അവൻ അനുഭവിച്ച് തീർക്കണം. ശരിയല്ലേ? അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഡ്രൈവർമാർ കേരളത്തിൽ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാമെന്നുള്ള ചില റൂട്ടുകൾ, ചില സ്ഥലങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓവറായിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നെങ്കിൽ ഈ വണ്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവനും തിരിഞ്ഞു നോക്കരുത്. അവൻ അവിടെ കിടന്ന് ചത്തോട്ട് നോക്കണം. കാരണം അവനും അറിയാം ഇന്ന സ്ഥലത്ത് ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും കയറി കുത്തിച്ചെത്ത് കഴിഞ്ഞാൽ അവനവിടെ കിടന്ന് ചത്തോട്ട് നോക്കണം. അവനെ തിരിഞ്ഞു നോക്കരുത്. അവിടെ പ്രത്യേകിച്ച് പുണ്യമൊന്നും കിട്ടാനില്ല. കാരണം അവൻ്റെ കർമ്മത്തിൻ്റെ ഫലം അവൻ അനുഭവിച്ചു തീർക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, നീ എന്ത് വിതയ്ക്കുന്നോ അത് കൊയ്യുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യം ഓർത്ത് വെക്കുക. ഈ മദ്യപിച്ച് തകർന്നവനെ സഹായിക്കരുത്. അമിതമായിട്ട് വണ്ടി ഓടിച്ച് ആപത്തുണ്ടാക്കുന്നവനെ സഹായിക്കരുത്. പൊട്ടന്മാർ